ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ പെർഫെക്റ്റ് ഐബ്രോ ആർച്ചിങ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഹൗ ടു ഗെറ്റ് ദ പെർഫെക്റ്റ് ഐബ്രോ ആർച്ച്. എതിരാളികളെ ഞെട്ടിക്കുന്ന ഐബ്രോ ആർച്ചിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മുഖം ഏറ്റവും സൗന്ദര്യമുള്ളതാക്കി തീർക്കുന്നതിന് ഐബ്രോസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഐബ്രോയുടെ പെർഫെക്റ്റ് ആർച്ചിങ് ശരിയായ രീതിയിൽ ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ മുഖത്തിന്റെ ഷേപ്പിനെയും ബ്യൂട്ടിയെയും നന്നായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അതിനായിട്ട് പാലിക്കേണ്ട ചില ടിപ്പുകളാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, പലതരത്തിലാണ് നമ്മളുടെ മുഖത്തിന്റെ ഷേപ്പ് ഉള്ളത്. അതായത് റൗണ്ട് ഫേസ് ഉണ്ട്, ഓൾ ഷേപ്പ് ഉണ്ട്, സ്ക്വയർ ആയിട്ടുള്ള ഫേസ് ഉണ്ട്, അതുപോലെ ഹാർട്ട് ഷേപ്ഡ് ഫേസുകളും ഉണ്ട്. അപ്പൊ മുഖത്തിന്റെ ആകൃതി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ആർച്ചുകൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ റൗണ്ട് ഫേസ് ആണെന്നെങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ള ആർച്ചുള്ള ഐബ്രോസ് ആണ് ഭംഗി ഉണ്ടാവുക. ഓവൽ ഷേപ്പ് ഉള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് കർവ് ഉള്ള ഐബ്രോസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ സ്ക്വയർ ടൈപ്പുള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആർച്ച് തന്നെയുള്ള ഒതുങ്ങിയുള്ള ഐബ്രോസ് ആണ് നല്ലത്. അതുപോലെ ഹാർട്ട് ഷേപ്പിലുള്ളതാണെന്നുണ്ടെങ്കിൽ ചെറിയ ആർച്ചുള്ള ഐബ്രോസ് ആണ് നല്ലത്. ഐബ്രോ ആർച്ചിങ്ങിനായിട്ട് നമുക്ക് പല മെത്തേഡുകളുണ്ട്. ത്രെഡിങ് ഉണ്ട്, വാക്സിംഗ് ഉണ്ട്, പ്ലക്കിംഗ് ഉണ്ട്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഐബ്രോ ചെയ്ത് തുടങ്ങുമ്പോൾ, അതായത് സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിന്റെ അടിഭാഗത്തിൽ നിന്ന് നേരെ മേളിലോട്ട് ഒരു ലൈൻ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ആ ഭാഗമായിരിക്കണം നമ്മളുടെ തുടക്കം. അതുപോലെ തന്നെ നമ്മളുടെ ആർച്ചിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാല് നമ്മുടെ കൺപീലികളുടെ പുറകു വശത്ത് ഒരു ലൈൻ ഇട്ട് നോക്കുമ്പോൾ അവിടെ ആർച്ച് വരത്തക്ക രീതിയിൽ വേണം അത് ആർച്ച് ക്രമീകരിക്കാനായിട്ട്. ഇനി ഐബ്രോ എവിടെ അവസാനിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മൂക്കിന്റെ കോണിൽ നിന്ന് കൺപീലിയുടെ അറ്റത്തേക്ക് ഒരു ലൈൻ ഇട്ട് നോക്കുമ്പോൾ അതാണ് ഐബ്രോയുടെ അവസാനമായിട്ട് കാണുന്നത്. ഇനി പെർഫെക്റ്റ് ആർച്ചിനായിട്ട് പാലിക്കേണ്ട കുറച്ച് ടിപ്പുകളുണ്ട്. ആദ്യമായിട്ട് നമ്മൾ വാക്സിംഗ് ആണോ, ത്രെഡിങ് ആണോ, അല്ലെങ്കിൽ പ്ലക്കിംഗ് ആണോ, ഏത് മെത്തേഡാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യം ഉറപ്പാക്കുക. ഏറ്റവും നല്ല മെത്തേഡ് ത്രെഡിങ് തന്നെയാണ്. ഏറ്റവും നല്ല പെർഫെക്റ്റ് ഷേപ്പ് നൽകാനായിട്ട് ത്രെഡിങ്ങിന് സാധിക്കും. പ്ലക്കിങ് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നല്ലതാണ്. ഇനി വാക്സിംഗ് ആണെങ്കിൽ കട്ടിയുള്ള ഹെയറുകൾ നീക്കം ചെയ്യാനായിട്ട് നല്ലതാണ്. ഇതിനുശേഷം ഐബ്രോ ഡ്രിമ്മർ ഉപയോഗിച്ച് നമുക്ക് നീളം കൂടിയതും അല്ലെങ്കിൽ തറച്ചു നിൽക്കുന്നതും അല്ലെങ്കിൽ ദിശ തെറ്റി നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള രോമങ്ങൾ നമുക്ക് മുറിച്ചു മാറ്റാൻ സാധിക്കും. അതിനുശേഷം ഐബ്രോ പെൻസിലോ അല്ലെങ്കിൽ പൗഡറോ ജെല്ലോ ഉപയോഗിച്ചിട്ട് ഒരു നാച്ചുറൽ ലുക്കിനായിട്ട് നമുക്ക് ലഘുവായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഒരു കൺസീലർ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഐബ്രോസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നതും വളരെ നന്നായിരിക്കും. ഐബ്രോ ഗ്രോത്തും ഹെൽത്തും മെച്ചപ്പെടുത്താനുള്ള ഒന്ന് രണ്ട് ടിപ്സും കൂടെ ഞാനിപ്പോൾ ഇതിൽ കൂടെ ഷെയർ ചെയ്യാം. കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ദിവസവും മസാജ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്യുക. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ആഹാരം കഴിക്കുക. മുടി വളർച്ച പോലെ തന്നെ ഐബ്രോയുടെ ഗ്രോത്തിനും പ്രോട്ടീൻ വളരെ ആവശ്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐബ്രോ ആർച്ചിങ് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, വലിയ ആർച്ച് അല്ലെങ്കിൽ ഭയങ്കര കനമുള്ള ആർച്ചിനേക്കാളും ഒരു നാച്ചുറൽ ലുക്ക് തരുന്ന ആർച്ചാണ് എപ്പോഴും നല്ലത്. ഒരുപാട് കനമുള്ള ആർച്ചിങ് നമുക്ക് ഒരു നൈറ്റ് പ്രോഗ്രാമിനൊക്കെയോ അല്ലെങ്കിൽ നമുക്കൊരു പാർട്ടിക്ക് ഒരുങ്ങുമ്പോഴോ ഒക്കെ കുഴപ്പമില്ല. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഹെവി ആർച്ചിങ്ങോ അല്ലെങ്കിൽ വളരെ കഠിനമായിട്ടുള്ള ഫില്ലിങ്ങുകളോ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പൊ ലൈറ്റ് ഷെയ്ഡുകൾ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഒക്കെ കൊണ്ട് നമുക്ക് ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്യാം. ഇനി സാധാരണ ഐബ്രോസ് ചെയ്യുമ്പോഴുള്ള കോമൺ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നെങ്കിൽ ഓവർ പ്ലക്കിംഗ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര തിന്നായിട്ട് ഐബ്രോസ് എടുത്തു പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ റോങ് ആയിട്ടുള്ള രീതിയിൽ ആർച്ച് പൊസിഷൻ ചെയ്യുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞു പലതരത്തിലുള്ള ഫേസ് ഉണ്ടെന്ന്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഷേപ്പിംഗ് ആണ്. ഓരോരുത്തരുടെ ഫേസ് കട്ടിനനുസരിച്ചിട്ടുള്ള ഷേപ്പിംഗ് വരുമ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാവുക. അപ്പൊ എങ്ങനെ ലിയ ബ്യൂട്ടി സ്റ്റുഡിയോടൊപ്പം ചേർന്ന് പെർഫെക്റ്റ് ഐബ്രോ ചെയ്യാൻ ഒരുക്കല്ലേ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് വരും വീഡിയോകളായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ
നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ കമന്റ് രൂപത്തിലാണെങ്കിലും നിങ്ങൾക്ക്. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒരു അക്കാഡമി കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ, മൈക്രോ ബ്ലേഡിംഗ്, നെയിൽ എക്സ്റ്റൻഷൻ, അതുപോലെ തന്നെ ഹെയർ ട്രീറ്റ്മെന്റുകൾ, ലേസർ ട്രീറ്റ്മെന്റ്, അങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകൾ നമ്മളിവിടെ നടത്തപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മതിയാകും. അതല്ല നമ്മുടെ വെബ്സൈറ്റിലോ യൂട്യൂബിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. താങ്ക് യു.